الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما تقدموا لأنفسكم من خير تجدوه عند الله هو خيرا وأعظم أجرا واستغفروا الله إن الله غفور رحيم സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് യഥാർത്ഥ മുവഹ്ഹിദുകളായി ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓതിവെച്ച വചനം 73-ാം അധ്യായം അൽ മുസമ്മിൽ. അതിലെ ഏറ്റവും അവസാന വചനം, അതിൽ 20 വചനങ്ങളാണുള്ളത്. അതിലേറ്റവും അവസാന വചനം, അതിന്റെ ഏറ്റവും അവസാന ഭാഗം, അതാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതിവെച്ചത്. ഇതിന്റെ തൊട്ടു മുമ്പുള്ളത് ഉദ്ദേശിക്കുന്ന വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ് പാരായണം ചെയ്യാതിരുന്നത്. വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈർ, നിങ്ങൾക്ക് വേണ്ടി എന്തൊരു നന്മ മുൻകൂട്ടി ചെയ്തു വെക്കുന്നുവോ, തജിദൂഹു, അതിനെ നിങ്ങൾക്ക് കാണാം, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, ഖൈറൻ, ഏറ്റവും ഉത്തമമായതായി, ഏറ്റവും മഹത്തായ പ്രതിഫലാർഹമായതുമായി നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് എന്ത് വേണം? വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടുക. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു എന്നാണ്, ഏറ്റവും കരുണയുള്ളവനുമാകുന്നു എന്നാണ് ഇതിന്റെ നേർക്ക് നേരെയുള്ള സാരം. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾക്ക് ദുൽഹജ്ജ് മാസത്തിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം. ഹജ്ജ് ഹജ്ജ് എന്നിങ്ങനെ പറഞ്ഞ് ഏറെ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു.
ആ ഹജ്ജ് ചെയ്യേണ്ടുന്ന ദിവസങ്ങൾ ഉൾക്കൊള്ളുന്ന മാസത്തിലേക്ക് നാം കടക്കാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച അള്ളാഹു തൗഫീഖ് നൽകുമെങ്കിൽ ദുൽഹജ്ജ് 5 മറ്റോ ആയിക്കൊണ്ടായിരിക്കും നമ്മൾ ഇവിടെ കൂടാൻ കഴിയുക. അത്രയേറെ അടുത്തിരിക്കുന്നു എന്നർത്ഥം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണ് ദുൽഹജ്ജ് മാസം? അപ്പൊ നമുക്കറിയാം ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഹജ്ജ് നിശ്ചയിക്കപ്പെട്ട നിർണിതമായ മാസങ്ങളിലാണ്. ആ മാസങ്ങള് ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 3 മാസങ്ങളാണ്. അത് വേണം പോകാൻ, ഒരുങ്ങാൻ, അനുവാദം വാങ്ങാൻ. അതുകൊണ്ടാണ് അത് നീട്ടി അങ്ങോട്ട് പറഞ്ഞത്. എന്നാൽ ഈ 3 മാസങ്ങളും ഹജ്ജിന്റെ മാസങ്ങളല്ല. ഹജ്ജിന്റെ മാസം ദുൽഹജ്ജ് മാസം മാത്രമാണ്. ഇങ്ങനെ നീട്ടി പറയാനുള്ള കാരണം അതിനുവേണ്ടി ഒരുങ്ങാനും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ സജ്ജമാകാനും തയ്യാറാകാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ന നിലയിലാണ് ആ രൂപത്തിലുള്ള പ്രയോഗം വിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ദുൽഹജ്ജ് മാസം അറബ് മാസങ്ങളിലെ ഏറ്റവും അവസാനത്തെ മാസമാണ്. ഒപ്പം അള്ളാഹു പവിത്രമാക്കിയ 4 മാസങ്ങളിൽ ഒരു മാസമാണ്. പവിത്രമാക്കിയ ഒരു മാസത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ ഉള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം, അത് ബൈഹാർട്ട്, മുഹറം, ദുൽഖഅദ, ദുൽഹിജ്ജ, റജബ്, ഈ 4 മാസങ്ങളാണ് അശ്ഹുറുൻ ഹുറും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. ആദരണീയ മാസങ്ങൾ എന്നതില് ഒരു മാസമാണ്. അതുപോലെ തന്നെ ഹജ്ജിന്റെ ദിനങ്ങൾ ഉൾക്കൊള്ളുന്നത്, ഹജ്ജിന്റെ ദിനങ്ങൾ 8 ദിവസം, ദുൽഹജ്ജ് 8 മുതൽ 13 വരെയുള്ള 6 ദിവസങ്ങളാണ്. ആ ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട്. യൗമുത് തർവിയ, യൗമു അറഫ, യൗമുൻ നഹർ, അയ്യാമുത് തശ്രീഖ്. അപ്പൊ ഇതെല്ലാം ഉൾക്കൊള്ളുന്ന മാസമാണ് ദുൽഹജ്ജ് മാസം. ആ മാസത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതുപോലെ തന്നെ അള്ളാഹു നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന ജനങ്ങളിലേക്ക് ആദ്യമായി നിയോഗിതനായ പ്രവാചകൻ മുതൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിയോഗിതരായ ആ പ്രവാചകന്മാർക്ക് എല്ലാവർക്കും നൽകിയ, ജനങ്ങൾക്ക് എത്തിക്കാൻ വേണ്ടി നൽകിയ സന്ദേശമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ പൂർത്തീകരണം നടന്ന ദിവസം ഉൾക്കൊള്ളുന്ന, ആ പ്രഖ്യാപനമുണ്ടായ ദിവസം ഉൾക്കൊള്ളുന്ന മാസമാണ് ദുൽഹജ്ജ്. അതൊരു ചെറിയ കാര്യം അല്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ജൂതനായ മനുഷ്യൻ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, അങ്ങനെ തന്നെയാണ് ആ ജൂതനും വിളിച്ചത്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ പാരായണം ചെയ്യാറുള്ള ഒരു വചനമുണ്ടല്ലോ, ആ വചനം ഞങ്ങൾക്കാണ് അവതരിച്ചിരുന്നത് എങ്കിൽ ഞങ്ങൾ അതൊരാഘോഷ ദിവസമാക്കുമായിരുന്നു. അത്ര ശ്രേഷ്ഠമാണ് ആ ഒരായത്ത് എന്ന് ജൂതനാ പറഞ്ഞത്. അപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഏത് ആയത്താണ് നീ ഉദ്ദേശിച്ചത്? അപ്പൊ അദ്ദേഹം ഓതി കേൾപ്പിച്ചത് اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا എന്ന സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ വചനം ഉൾക്കൊള്ളുന്ന ഈ ഭാഗം ഓതി കേൾപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്ക്, ജൂതന്മാരുടെ ഓരോ കാര്യത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അന്ന്. അപ്പൊ ഈ വചനം അത്ര ശ്രേഷ്ഠമാണെന്നാണ് പറഞ്ഞത്. ഇന്ന് നിങ്ങളുടെ മതത്തെ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹത്തെ, റിസാലത്ത് എന്ന അനുഗ്രഹത്തെ, പ്രവാചകത്വം എന്ന അനുഗ്രഹത്തെ ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന, മതമായി ഇസ്ലാമിൽ ഞാൻ തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന ഈ വചനമാണ് ഞങ്ങൾക്കെങ്ങാനും അവതരിച്ചിരുന്നു എങ്കിൽ ഞങ്ങൾ അതൊരു ആഘോഷ ദിവസമാക്കി മാറ്റുമായിരുന്നു എന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഒരു മറുപടിയുണ്ട്. ഖദ് അറഫ്നാ ദാലിക്കൽ യൗം, നീ പറഞ്ഞ ഈ വചനം അവതരിച്ച ദിവസം ഞങ്ങൾക്ക് ശരിക്കും അറിയാം. വൽ മകാൻ അല്ലദീ നസലത് ഫീഹി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് അവതരണീയമായ സ്ഥലവും ഞങ്ങൾക്കറിയാം. എന്നിട്ട് അദ്ദേഹം പറയുന്നു വഹുവ ഖായിമുൻ ബിഅറഫ യൗമൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ വചനം അവതരിച്ചത് എന്ന് ഞങ്ങൾക്കറിയാം. ആ രണ്ടും നിസ്സാര ദിവസങ്ങളല്ല, അങ്ങേറ്റത്തെ ആഘോഷങ്ങളുടെ ദിവസമാണ് എന്നുള്ള ഒരു മറുപടി പറയാതെ പറയുകയായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മറുപടിയിലൂടെ. അപ്പൊ അത്ര ശ്രേഷ്ഠമായ ആ സംഭവം നടന്ന ദിവസമാണ്. തന്നെയുമല്ല, ആ അറഫ എന്ന് പറയുന്ന ദിവസത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അള്ളാഹു തൊട്ടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരികയും ഭൂമിയിലുള്ളവരെ കുറിച്ച് ആകാശത്തിലുള്ളവരോട് പ്രശംസിച്ച് അഭിമാനം നടിച്ച് പറയുകയും ചെയ്യുന്ന ദിവസമാണ്. ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം വേറെയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ദിവസത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാം. ആ ദിവസം ഉൾക്കൊള്ളാൻ ഭാഗ്യം ലഭിച്ചത് ദുൽഹജ്ജ് മാസം. ആ ദുൽഹജ്ജ് മാസത്തിലേക്കാണ് നമ്മൾ ഈ കടക്കാൻ പോകുന്നത്. തന്നെയുമല്ല, ഇങ്ങനെയുള്ള 2-3 ദിവസങ്ങൾക്ക് മാത്രമല്ല, ആ മാസം പ്രവേശിക്കുന്ന 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ് സത്യം ചെയ്തിട്ടുള്ള ദിവസങ്ങളാണ് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ. അതാണ് വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ലയാലുൻ അശ്ർ 10 രാത്രികൾ മീൻസ് 10 ദിവസങ്ങൾ എന്ന് പറഞ്ഞത്. ആ ലയാലുൻ അശ്ർ എന്ന് വിശേഷിപ്പിച്ചത് ദുൽഹജ്ജ്, പല അഭിപ്രായങ്ങൾ അതിനെക്കുറിച്ചുണ്ട് എങ്കിലും ഏറ്റവും നമുക്ക് സ്വീകാര്യോഗ്യമായിട്ടുള്ളതും തെളിവുകളുടെ പിൻബലമുള്ളതും ശ്രേഷ്ഠതകളും മഹാത്മ്യങ്ങളും എടുത്തെടുത്ത് പറയുകയും ചെയ്യുമ്പോൾ ഈ ദിവസങ്ങളാണ്. ബാക്കി പറയുന്ന എല്ലാത്തിനും അതിൻ്റെതായ ശ്രേഷ്ഠത അവിടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതാണ് എന്ന് പ്രത്യേകം മുഫസ്സിറുകൾ എടുത്തു പറയാൻ വഴിയൊരുക്കി. അതാണ് വലയാലിൻ അശ്ർ. ആ ലയാലുൻ അശ്റിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒറ്റ വചനം മതി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരാൻ പോകുന്ന ആ ദിവസങ്ങളുടെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു ഹദീസ്, അത് ഇങ്ങനെയാണ്: മാമിൻ അയ്യാം, ഒരൊറ്റ ദിവസവുമില്ല. നോക്കുങ്ങളതിന്റെ അർത്ഥം, ഒരൊറ്റ ദിവസവുമില്ല, ദിവസങ്ങളേ ഇല്ല. അൽ അമലു സാലിഹു ഫീഹ, ആ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ, അഹബ്ബു ഇലല്ലാഹി, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാകുന്നു, മിൻ ഹാദിഹിൽ അയ്യാം, ഈ ദിവസങ്ങളെക്കാൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങൾ ചെയ്യപ്പെടുമ്പോൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദിവസങ്ങൾ ഇതല്ലാതെ വേറെ ഇല്ല. എന്നിട്ട് പറയുന്നു യഅനി അൽ അയ്യാമൽ അശ്ർ, ഈ 10 ദിവസങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാരോട് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്യുന്ന മാതിരിയല്ല, നമ്മൾ ഇതിനെ വിലയിരുത്തുന്ന മാതിരിയല്ല. അതിന്റെ ആഴം അവർക്ക് മനസ്സിലായി. എന്നുവെച്ചാൽ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് ലഭിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത, അല്ലെങ്കിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദിവസങ്ങൾ ഈ ദിവസങ്ങളെക്കാൾ വേറെയില്ല എന്ന് പറഞ്ഞപ്പോൾ സഹാബികളുടെ ചോദ്യം വന്നു. അമലുകൾ വേറെയില്ല എന്ന ചോദ്യം വന്നപ്പോൾ എന്ന് റസൂൽ പറഞ്ഞപ്പോൾ ചോദ്യം വന്നു സഹാബത്തിന്റെ ഭാഗത്ത് നിന്ന്. എന്താണ് ആ ചോദ്യം? യാ റസൂലല്ലാഹ് വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന്റെ മാർഗത്തുള്ള ജിഹാദും എത്തൂലേ ഈ ദിവസങ്ങളുടെ അമലിനോടൊപ്പം? നോക്കൂ നിങ്ങൾ, ജിഹാദ് അവരുടെ ചൂരും ചൂടുമായിരുന്നു, അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതായിരുന്നു, അവർക്കെന്തിനേക്കാളും വലുതായിരുന്നു. ആ നിലയിൽ അത് ഉൾക്കൊണ്ടവരാണെന്ന ചോദ്യമാണത്. ജിഹാദു എത്തൂലേ അമലു സാലിഹിന്റെ കൂട്ടത്തിൽ ഈ ദിവസം ചെയ്യുന്ന, അതായത് ദുൽഹജ്ജ് 1 മുതൽ 10 വരെ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് തുല്യമായി അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും എത്തൂലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദും ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ അടുക്കലേക്ക് എത്തൂല എന്ന് റസൂല്
കൃത്യമായ മറുപടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇല്ലാ റജുലുൻ, ഒരാളൊഴികെ. ആ ആളിന്റെ സ്വഭാവം എന്താ? ഖറജ ബിനഫ്സിഹി വമാലിഹി, തന്റെ സമ്പത്തും തന്റെ ശരീരവുമായി അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നു. ഫലം യർജിഅ മിൻ ദാലിക ബിശൈഇൻ, എന്നിട്ട് അതിൽ നിന്ന് യാതൊന്നും മടക്കി കൊണ്ടുവരാത്തവൻ, ഒന്നുമായി മടങ്ങി വരാത്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പോയിട്ട് രക്തസാക്ഷിത്വം വഹിക്കുന്നവൻ ഒഴികെ അവൻ ഇതൊന്നും അല്ല കിട്ടാൻ പോകുന്നത്. അത് വല്ലാത്ത കാര്യമാണ്. അല്ല, പോയി ജിഹാദ് ചെയ്തു തിരിച്ചു വന്നു, ഇത് തിരിച്ചു വരാതെ ഷഹീദായി പോകുന്നു. അങ്ങനെയുള്ള ആളൊഴികെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തു എന്നാണ്. നീ എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ശ്രേഷ്ഠത ഈ ദുൽഹജ്ജ് മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾക്ക് നൽകിയത്? ഒരുപാട് പണ്ഡിതന്മാർ അതിനെക്കുറിച്ച് വിശകലനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ഒന്ന്, മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ലയാണ്. ഫത്ഹുൽ ബാരിയുടെ ഉപജ്ഞാതാവാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറയുകയാണ്, ഇജ്തിമാഉ ഉമ്മഹാത്തിൽ ഇബാദാഫി, ഈ നാളുകളിലാണ്, ഈ 10 ദിവസങ്ങളിലാണ് എല്ലാ ഇബാദത്തുകളുടെയും ബേസ്, അടിത്തറ ഒരുമിച്ച് കൂടുന്നത്. ഉമ്മഹാത്തുൽ ഇബാദ എന്നാണ് ആ പ്രയോഗം. ഇബാദത്തിന്റെ ഉമ്മ എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ സർവ ഇബാദത്തുകളുടെയും അടിത്തറയായിട്ടുള്ള ബേസിക്കലായിട്ടുള്ള ആരാധനാ കർമ്മങ്ങൾ ഒരുമിച്ച് കൂടുന്നു ഈ നാളുകളിൽ. എന്തൊക്കെയാണത്? അതിൽ വഹിയ സ്വലാ, നമസ്കാരമുണ്ട്, വസ്സിയാം, നോമ്പുണ്ട്, വസ്സദഖ, ദാനധർമ്മമുണ്ട്, വൽ ഹജ്ജ്, ഹജ്ജുമുണ്ട്. വലാ യതഅത്താ ഫീ ദാലിക ബിഗൈരി, ഇങ്ങനെ ഇതെല്ലാം കൂടി ഒരുമിച്ച് കൂടി വരുന്ന മറ്റൊരു സന്ദർഭം വേറെയില്ല. നിസ്കാരവും നോമ്പും ഉണ്ടാവും, നിസ്കാരവും നോമ്പും പിന്നെ സദഖയും ഉണ്ടാകും, സദഖയും നമസ്കാരവും ഉണ്ടാകും. ഒരു കാലത്തും ഹജ്ജ് അതിന്റെ കൂടെ ചേർന്ന് വരൂല. ഹജ്ജ് ഇസ്ലാമിന്റെ ബേസിക്കലായിട്ടുള്ള ആരാധനാ കർമ്മമാണ്. കഴിവുള്ളവർ ഹജ്ജ് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം കാര്യങ്ങൾ 5-ൽ 5-മത്തതാണല്ലോ. അപ്പൊ ആ ഹജ്ജ് ഉൾപ്പെടുന്ന, ഇനി അതുമല്ല കുറെ കൂടി വിശകലനം ചെയ്ത് പറയുന്ന ആളുകളുണ്ട്. ബലിയർപ്പണം പോലും വരുന്നു. ബലിയർക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ബലിയർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഇബാദത്താണ്. ആ ഇബാദത്ത് ഉൾപ്പെടെ ഈ നാളുകളിൽ വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ശ്രേഷ്ഠത എന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ഏതായിരുന്നാലും ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞതുപോലെ ആരാധനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം സമ്മേളിക്കുന്ന, ഒരുമിച്ച് കൂടുന്ന ദിവസങ്ങളാണ് ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ. അപ്പം അതില് നമ്മളിങ്ങനെ വരുമ്പോൾ നമസ്കാരമുണ്ട്, ഐച്ഛിക നമസ്കാരം, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോമ്പ് നമ്മൾ അനുഷ്ഠിക്കുന്നുണ്ട്. ഈ നാളുകളിൽ, പ്രത്യേകിച്ച് ഈ നാളുകളിലെ തിങ്കൾ പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലെ നോമ്പുകൾ പിന്നെ ഏറ്റവും ശ്രേഷ്ഠത ഉള്ളതാണ് നമ്മൾ മനസ്സിലാക്കി. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ നന്മകളുടെ കാര്യത്തിൽ, നന്മകളോടുള്ള സമീപനത്തിന്റെ കാര്യത്തിൽ നമ്മൾ 2 വിഭാഗക്കാരുണ്ട്. നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും 2 തരത്തിലുള്ള സമീപനമാണ് നമുക്കുള്ളത്. ഒന്ന്, നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ താല്പര്യപൂർവം നെഞ്ചേറ്റുകയും ഏറ്റെടുക്കുകയും അത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം. മറ്റൊരു വിഭാഗം, നന്മ ചെയ്യാനുള്ള ഏത് അവസരം കിട്ടിയാലും അതങ്ങനെ വന്നു പോകും, എനിക്കിതൊരു പ്രശ്നവുമല്ല എന്നുള്ള നിലയിൽ അവഗണിച്ചു വിടുന്ന വിഭാഗം. ഇതിൽ ഒരു കാരണവശാൽ ഈ 2ാമത് പറഞ്ഞവര് നമ്മളായിക്കൂടാ. നന്മകൾ ചെയ്യുന്നതിനോടുള്ള താല്പര്യമുള്ളവരായി നമ്മൾ മാറണം. ആ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്. കാരണം ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ, അള്ളാഹു അലം അന്ന് വരെ എത്തുമോ നമ്മളൊക്കെ, അള്ളാഹുവിന് മാത്രമാണ് വേറെ വിഷയം. നമ്മൾ എത്താൻ തൗഫീഖ് കിട്ടുകയാണെങ്കിൽ ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിവസം ഇനി ഒരു വർഷം കഴിഞ്ഞേ നമുക്ക് കയ്യിൽ വരികയുള്ളൂ. അങ്ങനെ വരുമ്പോൾ അന്ന് നമ്മൾ ഉണ്ടാവുകയോ ഇല്ല, ഈ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് നന്മകൾ ചെയ്യാൻ ലഭ്യമാകുന്ന സന്ദർഭങ്ങൾ താല്പര്യപൂർവം ഉപയോഗപ്പെടുത്തുക എന്നുള്ള സ്വഭാവത്തിലേക്ക് വരിക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ഒരിക്കൽ ചോദിച്ചു, അയ്യന്നാസി ഖൈർ,
ആരാണ് അല്ലാഹുവിന്റെ റസൂലെ ജനങ്ങളിൽ ഏറ്റവും നല്ലവൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു. നീണ്ട കാലം ജീവിച്ചിരിക്കാൻ ഭാഗ്യം സിദ്ധിക്കുക, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവസരമുണ്ടാവുകയും ചെയ്യുക. നീണ്ട കാലം ജീവിക്കാൻ സാധിക്കുക, ഒപ്പം നല്ല കർമ്മങ്ങൾ ഒരുപാട് ചെയ്യുക, അവനാണ് ജനങ്ങൾ ഉത്തമൻ. അടുത്ത ചോദ്യം വന്നു, ഫഅയ്യന്നാസി ശർർ. ആരാണ് ജനങ്ങളിൽ ഏറ്റവും വലിയ ഷർറ് എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, മൻ താല ഉംറുഹു വസാഅ അമലുഹു. കുറേ കാലം ജീവിച്ചിരിക്കും, പക്ഷെ സൽക്കർമ്മങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഏത് ഗണത്തിൽ ഞാനും നിങ്ങളും പെടണം? അതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം. അപ്പൊ ഈ പറഞ്ഞ ഈ നന്മകൾ, എല്ലാ കാലത്തും നമ്മൾ ചെയ്യുന്ന നന്മകൾക്കൊക്കെ പ്രതിഫലമുണ്ട്. അതാണ് ഞാൻ ആദ്യം സൂറത്തുൽ മുസമ്മിലിന്റെ വചനത്തിൽ ഓർമ്മിപ്പിച്ച്, വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅദമ അജ്റ. ഏത് കാലത്തും നിങ്ങൾ നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് കാണാൻ കഴിയും പരലോകത്ത്. ആ നന്മകൾ ചെയ്യുന്നതിന് ചില പ്രത്യേക ദിവസങ്ങളും സന്ദർഭങ്ങളും നിശ്ചയിച്ചാൽ അത് അതിൻ്റെതായ വിലയിൽ നമ്മൾ കാണുക. ഇപ്പം ഈ 10 ദിവസങ്ങളിൽ മുമ്പൊന്നും ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുക, ചെയ്യുക. അതാണ് ഈ പറഞ്ഞതിന്റെ ആകെ തുക. അതാണ് നമ്മളാരും നന്മകൾ ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നു. അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, നമ്മൾ ഖുർആൻ ഓതുന്നവരാണ്. ഈ ദിവസങ്ങളിൽ കുറച്ച് അധികമാക്കുക, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്. തസ്ബീഹ് തഹ്ലീലുകൾ ചെല്ലുന്നവരാണ്, അത് ഈ ദിവസങ്ങൾ കുറച്ച് കൂട്ടുക. അതുപോലെ തന്നെ കുടുംബ ബന്ധം ചേർക്കുന്നവരാണ്, കുറച്ച് അതിന് പ്രാമുഖ്യം നൽകുക. പിണങ്ങി ജീവിക്കുന്നവരുണ്ടാകും, ഇണക്കത്തിലേക്ക് എത്തിക്കാൻ നോക്കുക. ഇങ്ങനെ എന്തെല്ലാം നന്മകളുണ്ട്. ഒരു നന്മയും നമുക്ക് നിസ്സാരമായി കാണാനില്ല. അതുപോലെ തന്നെ നിർബന്ധ നമസ്കാരങ്ങൾ, അത് ജമാഅത്തായി നിർവഹിക്കുന്നതിന് ഒന്നുകൂടി താല്പര്യം കാണിക്കുക. സുബഹി നമസ്കാരം ഒന്നും ഖളാ ആക്കാതിരിക്കുക. ഇങ്ങനെ അങ്ങോട്ട് എണ്ണിയാൽ എന്തെല്ലാം നന്മകളുണ്ട്. നോമ്പ് പിടിക്കുന്നവരാണ്, നിർബന്ധമായ നോമ്പ് ഈ 10 ദിവസമൊന്നും ഇല്ല. പക്ഷേ ആ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കാത്തവരാണ് നമ്മിൽ പലരുമെങ്കിൽ ഈ ദിവസങ്ങളിൽ വരുന്ന തിങ്കളും വ്യാഴവും ഒന്ന് ശ്രമിച്ചു നോക്കുക. അങ്ങനെ നമുക്ക് നന്മകൾ അധികരിപ്പിക്കാൻ കഴിയും. അപ്പൊ ഈ ദിവസങ്ങളല്ലാത്ത മറ്റ് ദിവസങ്ങളിൽ ചെയ്യാത്ത ഒരു നന്മ ഈ 10 ദിവസങ്ങളിൽ ചെയ്യാൻ നാം ഒന്ന് ശ്രമിച്ചാൽ മതി. വേറെ ഒന്നുമില്ല, വേറെ ഒരു കാര്യവുമില്ല. ഇത്രേ നാം അത് ശ്രമിക്കേണ്ടതുള്ളൂ. അതൊന്നും നിസ്സാരമായി നാം കാണരുത്. തന്നെയുമല്ല, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ ഏതായിരുന്നാലും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കി. അതിൽ ഒന്നും കൂടി പറയുന്നുണ്ട്, ഫഅക്സിറൂ ഫീഹിന്ന. ഈ ദിവസങ്ങളിൽ നിങ്ങൾ അധികരിപ്പിക്കണം. അത്തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, വത്തക്ബീർ അല്ലാഹു അക്ബർ, വത്തഹ്മീദ് അൽഹംദുലില്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വളരെ ചുരുങ്ങി പറഞ്ഞാൽ, അല്ലെങ്കിൽ അതുപോലുള്ള തസ്ബീഹുകളും തഹ്ലീലുകളും തഹ്മീദുകളും തക്ബീറുകളും. പിന്നെ നമുക്കറിയാം, ദുൽഹജ്ജ് 9-ന്റെ അന്ന് രാവിലെ മുതൽ ദുൽഹജ്ജ് 13-ന്റെ അന്ന് അസർ വരെ തക്ബീർ ചെല്ലാറുണ്ട്. അതും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെയുള്ള പരാമർശമാണിത്. അല്ലാത്തതുമാകാം. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ എന്നൊക്കെ പറയുന്ന ആ തക്ബീറിനും ആ തഹ്മീദിന്റെ ഒക്കെ ശ്രേഷ്ഠത ഒരുപാട് നമ്മൾ കേൾക്കുന്നതാ. മറ്റു നാളുകളെക്കാൾ കൂടുതലൊന്ന് വർദ്ധിപ്പിക്കുക. അതുപോലെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, തൗബ വർദ്ധിപ്പിക്കുക, ദാനധർമ്മങ്ങൾ കൂടുതൽ ചെയ്യും. ഇപ്പൊ ചെയ്യുന്നതിന് പുറമെ കുറച്ചും കൂടി ചെയ്യുക. ഇതൊക്കെ സാധിക്കും. അതാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം, അല്ലാതെ വേറൊന്നുമല്ല. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലുള്ള നേട്ടമാണ് ഈ പറഞ്ഞത്. എന്താണെന്നറിയോ? ഏതൊരു സൽക്കർമ്മത്തിനും വലിയ വിലയുണ്ട്. നമ്മൾ നിസ്സാരമായി കാണുന്ന ഏതിനും അള്ളാഹുവിന്റെ അടുക്കൽ വലിയ വിലയുണ്ട്, മതിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുന്നത് പരലോകത്ത് നമ്മൾ ചെല്ലുമ്പോഴാണ്. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞതിന് ശേഷം അന്നേരം ഒന്ന് കുറച്ച് സൽക്കർമ്മങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചാൽ എനിക്കും നിങ്ങൾക്കും കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പരലോകത്തെ ഒരു രംഗത്തെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹു ഒരു ദാസനുമായി ഒരു ദ്വിഭാഷിയുടെയും പരിഭാഷകന്റെയും ആവശ്യമില്ലാത്ത വിധം അള്ളാഹുവുമായി ആശയവിനിമയം നടത്തും, സംസാരിക്കും.
ആ രംഗം പറഞ്ഞിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫയൻദുറു അയ്മന മിൻഹു, ആ മനുഷ്യൻ അവന്റെ വലതുഭാഗത്തേക്ക് നോക്കും, ഫലാ യറാ ഇല്ലാ മാ ഖദ്ദം, ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു വെച്ചോ, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈർ, ഇതൊന്ന് ബന്ധിപ്പിക്കുന്നതുമായി, ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ എന്ത് മുന്തിച്ച് ചെയ്തു വെച്ചുവോ, സൂക്ഷിച്ചു വെച്ചുവോ അതവൻ കാണും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഇടത്തേക്ക് നോക്കുന്നു, വയൻദുറു അശ്അമ മിൻഹു, അവൻ ഇടത്തേക്ക് നോക്കുന്നു, അപ്പോഴും അതേ അമലുകൾ തന്നെ, വേറെ ഒന്നും അവന് കാണാനില്ല. അങ്ങനെ ഫയൻദുറു തിൽഖാ വജ്ഹിഹി, നേരെ മുന്നിലേക്ക് അവൻ നോക്കും. ആ സന്ദർഭത്തിൽ ഫലാ യറാ ഇല്ലൻ നാർ, കത്തിക്കാളുന്ന നരകാഗ്നിയാണ് അവൻ മുന്നിൽ കാണുക. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഫത്തഖുൻ നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഈ ആ കാണുന്ന നരകത്തിൽ നിന്ന്, നിങ്ങൾക്ക് കാണേണ്ടി വരുന്ന ആ നരകത്തിൽ നിന്ന് നിങ്ങളെ സൂക്ഷിക്കുക. എത്രത്തോളം? വലൗ ബിശിഖ്ഖി തംറത്തിൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഭിമുഖീകരിക്കുന്ന ജനത കാരക്കയും ഈത്തപ്പഴവുമായി അങ്ങേയറ്റം ബന്ധമുള്ള ആളുകളാണ്. ആ നിലയിലാണ് ആ പറഞ്ഞു കൊടുത്തത്. വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്ക കഷ്ണമാക്കി ചീന്തിയിട്ട്, ആ ഒരു ചീന്ത്, ഒരു കഷ്ണം ഒരാൾക്ക് കൊടുത്തിട്ടാണ് എങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങളെ സൂക്ഷിച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ അവരത് ഉൾക്കൊണ്ടിട്ടുണ്ടാവും. നമുക്കത് ഉൾക്കൊള്ളാനാവില്ല. എന്നുവെച്ചാൽ അത്ര നിസ്സാരമായ കാര്യമായി, ചിലപ്പോൾ ഒരു നല്ല വാക്ക്. എന്നിട്ട് പറഞ്ഞു പ്രവാചകൻ, ഈ ഹദീസ് അവസാനിക്കുന്നത് ഫമല്ലം യജിദ്, ഒരു കാരക്കവിടെ ചീന്തു പോലും കിട്ടുന്നില്ല കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് കഴിച്ചാകാനെങ്കിൽ ഫബികലിമത്തിൻ തയ്യിബ, ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ നരകത്തിൽ നിന്ന് ശിക്ഷിച്ചോന്നാ പറഞ്ഞത്. ഈ നല്ല വാക്ക് പറയാൻ അവസരം ഇവിടെയാണ്. ഒരു കാരക്കവിടെ ചീന്ത് കൊടുക്കാനുള്ള അവസരം ഇവിടെയാണ്. അത് നഷ്ടപ്പെടുത്തിയിട്ട് അവിടെ ചെന്ന് നരകം കാണുമ്പോൾ ആ കാരക്കവിടെ ചീന്ത് കൊടുത്തിരുന്നുവെങ്കിൽ, ആ ഒരു നല്ല വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ എന്ന് അവിടെ വിചാരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നാം മനസ്സിലാക്കുക. അപ്പൊ ആ നിലയിൽ ഇപ്പം ഇതിൽ ഇങ്ങനെയുള്ള ഈ 10 ദിവസങ്ങൾ, ഇനി മറ്റൊരു ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. മറ്റൊന്നുമല്ല, ഇപ്പം ഹജ്ജിന് പോകാൻ കഴിയുക എന്നുള്ളത് കഴിവുള്ള, സാമ്പത്തികമായി കഴിവുള്ള, മറ്റ് തടസ്സങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് വർഷത്തിൽ ജീവിതത്തിൽ ഒരിക്കൽ ഹജ്ജിന് പോകാൻ കഴിയുകയുള്ളൂ. ഇനി ഹജ്ജിന് പോകുന്നവർക്ക് എല്ലാ വർഷവും പോകാനും കഴിയില്ല. അങ്ങനെയുള്ള ചിലർക്ക് തീരെ പോകാൻ കഴിയില്ല. അപ്പൊ അങ്ങനെ പോകാൻ കഴിയാത്തവർക്ക് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതിഫലവും അവർക്ക് ആവശ്യമില്ലേ? വേണ്ടതല്ലേ? ഇവിടെയാണ് ഈ 10 ദിവസം ഇങ്ങനെ ഇതിന്റെ സവിശേഷതകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്, ഏതൊരു മനുഷ്യന്റെയും അടങ്ങാത്ത അഭിവാഞ്ചയാണ്, ആഗ്രഹമാണ് കഅബ കാണുക എന്നുള്ളത്. ഒന്നുപോയി കണ്ട് സന്തോഷപൂർവ്വം തിരിച്ചിവിടെ വന്നാൽ വീണ്ടും ആ കഅബ അങ്ങോട്ട് തന്നെ നമ്മളെ വിളിക്കും, ഒന്നും കൂടി കാണണമെന്നുള്ള ആഗ്രഹം. ഇത് മനുഷ്യന്റെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പരാമർശിച്ചത്, അള്ളാഹുവിന്റെ ബൈത്ത്, ഭവനം കാണാൻ ഓരോ മനുഷ്യനും അതിയായ ആഗ്രഹമുള്ളവരാണ്. പക്ഷെ എല്ലാവർക്കും എല്ലാ വർഷവും അത് പോയി കാണുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ല. ചിലർക്ക് ഒട്ടും കഴിയില്ല, ചിലർക്ക് ആയുസ്സിൽ ഒരിക്കലേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്തു? ഈ 10 ദിവസത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല മുശ്തരികം ബൈന സായിരീന വൽ ഖാഇദീന ഖദറ ഫിൽ അശ്രി അലാ അമലി യഅമലുഹു ഫീ ബൈതിഹി യകൂനു അഫ്ളൽ ജിഹാദ് അല്ലദീ ഹുവ അഫ്ളലു മിനൽ ഹജ്ജ്. ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠമായ, ജിഹാദിനേക്കാൾ ശ്രേഷ്ഠമായ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങൾ തന്റെ വീട്ടിലിരുന്നാൽ പോലും കിട്ടുന്ന രൂപത്തിലേക്ക് അങ്ങോട്ട് യാത്ര പോകുന്നവനും യാത്ര പോകാൻ കഴിയാതെ വീട്ടിൽ കഴിച്ചു കൂട്ടുന്നവനും ഈ പ്രതിഫലം ലഭ്യമാകുന്ന നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയ ദിവസങ്ങളാണിത് എന്നാണ്. അതാണ് വലയാലിൻ നശ്ർ എന്ന് പറഞ്ഞത്. ഇത് ചെറിയ കാര്യമല്ല. അതാണ് വമാ തുഖദ്ദിമൂ ലി അൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅദമ അജ്റാ എന്ന് ഖുർആൻ പറഞ്ഞത്. ആവുന്നത്ര വരുന്ന 10 ദിവസങ്ങൾ. അതുപോലെ തന്നെ
ഉലഹിയത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരുങ്ങൽ, ഇതൊക്കെ ഇങ്ങനെ നന്മകളിലേക്ക് അങ്ങോട്ട് പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന നാളുകളായി വരാൻ പോകുന്ന ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, വലയാലിൻ അശർ, 10 രാത്രികൾ തന്നെയാണ് സത്യം എന്ന് അല്ലാഹു സത്യം ചെയ്തു പറഞ്ഞ ആ 10 ദിവസങ്ങൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. ഈ പറഞ്ഞതുപോലെ കഴിവിന്റെ പരമാവധി ഒരു നന്മയെങ്കിലും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യുക എന്നൊരു തീരുമാനമെടുത്താൽ ഹജ്ജിന് പോകാൻ അല്ലാഹു തൗഫീഖ് നൽകാത്ത ആളുകൾക്ക്, തൗഫീഖ് ലഭ്യമായിട്ടില്ലാത്ത ആളുകൾക്ക് ആ ഹജ്ജിനോളം, ഹജ്ജ് എന്ന് പറയുന്നത് ജിഹാദിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ്. അതാണ് ഈ പ്രയോഗം. ഹജ്ജിനേക്കാൾ ശ്രേഷ്ഠതയുള്ളതാണ് ജിഹാദ്. ആ ജിഹാദിനേക്കാൾ ശ്രേഷ്ഠത ലഭിക്കുമെന്നാണ് ഈ ദിവസങ്ങളിൽ എന്ന് പറയുമ്പോൾ അതിന്റെ ശ്രേഷ്ഠ നിസ്സാരമായി നമ്മൾ കാണണ്ട. അത് ആർജിച്ചെടുക്കാൻ, നേടിയെടുക്കാൻ കുറച്ച് സമയങ്ങളെങ്കിലും കണ്ടെത്തുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള നന്മകൾ, ഐച്ഛികമായ കാര്യങ്ങൾ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ, ഇങ്ങനെ പലതും ഞാൻ സൂചിപ്പിച്ചു. നമുക്കൊന്ന് ആത്മപരിശോധന നടത്താം, ചെയ്യാൻ ശ്രമിക്കാം, ഈ ദിവസങ്ങളെ സ്വീകരിക്കാം. ആ നിലയിൽ നമ്മിൽ നിന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ അവിടെ ചെന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അതിനോട് അനുബന്ധമായി ഇവിടെ ഇരുന്നു കൊണ്ട്, നമ്മുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട്, നാം താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് തത്തുല്യമായ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന ദിവസങ്ങളാണ് മുന്നിൽ നിന്ന് തിരിച്ചറിവോടുകൂടി ആയിരിക്കണം ദുൽഹജ്ജിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ സ്വീകരിക്കേണ്ടത് എന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളാൽ കഴിയുന്ന ചെറുതും വലുതുമായ നന്മകൾ കൂടുതൽ ചെയ്തുകൊണ്ട് ആ ദിവസങ്ങളിലെ പുണ്യങ്ങൾ ആർജിച്ചെടുക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കണം, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് ഉണർത്തുകയാണ്. മഹാനായ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദിൽഹിജ്ജ വഅറാദ അഹദുക്കും അൻ യുളഹിയ ഫൽയുംസിക് അൻ ശഅരിഹി വഅൽഫാരി. ഉളഹിയത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് നാം മനസ്സിലാക്കി അതിനെ ഒരുങ്ങിയിരിക്കുകയായിരിക്കും നമ്മൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആകണം നമ്മൾ. ഇതിനെക്കുറിച്ച് വിശദീകരിച്ചത് ഓർമ്മയുണ്ടാകും. ഒരാൾ ഒറ്റയ്ക്ക് ഒരാടിനെ അറുത്തു കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ആ കുടുംബത്തിന് മതി എന്ന് പറഞ്ഞു. ഈ ഷെയറിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഹിമാലയ തെറ്റിദ്ധാരണകൾ നമ്മളെല്ലാവരും വെച്ച് പുലർത്താറുണ്ട്. അതെന്താണെന്നറിയോ? 7 പേരുണ്ടെങ്കിലേ പിന്നെ ഇതാവുകയുള്ളൂ. അങ്ങനെയല്ല, ആദ്യം തിരുത്തണം. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു മൃഗത്തെ, ഒരു പോത്തിനെ അറുത്തു കൊടുക്കാൻ കഴിയുമോ അത് അയാൾക്ക് ചെയ്യാം. ഒരാൾക്ക് കഴിയുന്നില്ലേ, രണ്ടാമതൊരുത്തനെ കൂട്ടാം. കഴിയുന്നില്ലേ, മൂന്നാമതൊരുത്തനെ കൂട്ടാം. കഴിയുന്നില്ലേ, നാലാമതൊരുത്തനെ ഒപ്പം ചേർക്കാം. അതിനും കഴിയുന്നില്ലേ, 5 ആകാം. എന്നിട്ടും കഴിയുന്നില്ലേ, 6 ആകാം. എന്നിട്ടും ശരിയാവുന്നില്ലേ, 7ാമൻ ഒരുത്തനെയും കൂടെ കൂട്ടാം. 7 കൂട്ടാൻ പാടില്ല. ഇതാണ് അതിന്റെ രൂപം. നമ്മിൽ നിന്ന് ധനപരമായി നല്ല കഴിവുള്ള, നല്ല ഉരുക്കളെ അറുത്തു കൊടുക്കാൻ ശേഷിയുള്ള ആളുകൾ പോലും ഒരു കടത്ത് കഴിക്കുന്നത് പോലെ ഒരു ഷെയർ അങ്ങാട് ചേർന്ന് കഴിഞ്ഞേക്കാം എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ ഈ ധനം തന്ന റബ്ബിനറിയാം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അത് ആ രൂപത്തിൽ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിയതിന് നമ്മൾ ഒരുങ്ങണം, ഒരുങ്ങിയേ പറ്റൂ. അതിന് വലിയ സമ്പന്നനും പണക്കാരനും കോടീശ്വരനൊന്നും ആകേണ്ട ആവശ്യമില്ല. അപ്പൊ അതാണ് മൻ വജദ സഅതൻ എന്ന് പറഞ്ഞത്. കഴിവുള്ളവൻ, അല്ലാഹുക്കറിയാം ആർക്കാ കഴിവുള്ളവൻ. അപ്പൊ അതിന് മാർഗവും നിശ്ചയിച്ചു വന്നു. ഒറ്റയ്ക്ക്, കൂട്ടായി, എല്ലാം തന്നെ ഇതിനൊന്നും ഒരുങ്ങാതെ ഇങ്ങോട്ട് മുസല്ലയിലേക്ക് വരണ്ടെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ഈദ്ഗാഹിലേക്കോ പള്ളിയിലേക്കോ പെരുന്നാൾ നിസ്കരിക്കാൻ വരണ്ടെന്നാണ് പറഞ്ഞത്. അത്ര ഗൗരവത്തോടു കൂടി പറഞ്ഞ കാര്യമാണ്. അപ്പൊ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കുടുംബത്തിന് വേണ്ടി സ്വാഭാവികമായിട്ടും കുടുംബനാഥനായിരിക്കും നിയ്യത്ത് ചെയ്തതിന് ഒരുങ്ങുക. അപ്പൊ ആ വ്യക്തി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദുൽഹജ്ജ് മാസം പിറന്നു കഴിഞ്ഞാൽ ആ ബലി അർപ്പണം കഴിയുന്ന, ഉദ്ഹിയ്യത്ത് കഴിയുന്നവരെ, ഇനി ദുൽഹജ്ജ് 10-നാണല്ലോ യൗമുൽ അദ്ഹ എന്ന് പറയല്.
നമ്മൾ സാധാരണ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ഉദ്ഹിയ്യത്ത്, ഇതാണല്ലോ നമ്മുടെ ഒരു രൂപം. ഇനി കഴിയുന്നില്ലെങ്കിൽ 11, 12, 13 അങ്ങനെ നീണ്ടുപോകാറുണ്ട്. ഏറ്റവും ശ്രേഷ്ഠമായത് ആ 10 തന്നെയാണ്. അപ്പൊ ആ നിലയിൽ നമ്മൾ അത് ചെയ്ത് കഴിയുന്നതോടുകൂടി ആ ബാധ്യത തീരുന്നുള്ളൂ. അതുവരെ ആ ഉദ്ഹിയ്യത്ത് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കത്തിവെച്ച് അതിലേക്ക് എത്തുന്നത് വരെ നമ്മുടെ നഖവും മുടിയും ഒന്നും നമ്മൾ മനഃപൂർവ്വം എടുക്കാൻ പാടില്ല. നഖം മുറിക്കരുത്, മുടിയെടുക്കരുത്. താടി വടിക്കുന്നവരുണ്ടെങ്കിൽ അത് വടിക്കരുത്, വെട്ടുന്നവരുണ്ടെങ്കിൽ അത് വെട്ടരുത്. ഇതൊക്കെ തന്നെ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ ആ നിലയിൽ നമ്മളൊരു ആ ഒരു ഷർത്ത് നിബന്ധന പാലിക്കുന്നതോട് കൂടിയേ അങ്ങോട്ട് എത്തുള്ളൂ. അവിടെ എത്തുന്നത് നമ്മളുടെ നിയ്യത്താണ്, ഇഖ്ലാസാണ്. ലൻ യനാല അല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അതിന്റെ രക്തമോ അതിന്റെ മാംസമോ ഒന്നും അല്ല അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുന്നത്, നിങ്ങളുടെ തഖ്വയാണ് എന്നാണ്. ഒരുപാട് വിശദീകരണം ഉൾക്കൊള്ളേണ്ടതുമാണ്. അപ്പൊ ആ രൂപത്തിൽ ഇതിൽ ഒരുങ്ങിയിരിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ ഇത് ഉദ്ഹിയ്യത്ത് കഴിയുന്നവരെ ഇത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കുകയാണ്. ഇനി തന്നെയുമല്ല, ഇപ്പൊ എല്ലാ കാര്യത്തിനും ഒരുതരം എന്താ പറയാ ആശങ്കകളും സംശയങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന, ഫിത്നകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. പ്രത്യേകിച്ച് ചില ആളുകൾ, പണ്ഡിത വേഷധാരികളായ ആളുകൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ട് ഇത് അന്ന് നടന്നതാണ്, ഇപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, വീടില്ലാത്ത എത്രയോ പാവങ്ങളുണ്ട്, വീട് വെച്ചു കൊടുക്കാൻ ഉപയോഗിക്കാം, കക്കൂസ് ഇല്ലാത്തവരുണ്ട്, കക്കൂസ് ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ഹിയ്യത്തിനെ നിസ്സാരവൽക്കരിച്ച് അതിന്റെ മാംസത്തിനും മജ്ജക്കും എല്ലാവിധത്തിലുള്ള അസലിനും കേടുവരുത്തുന്ന, പുഴുക്കുത്തുണ്ടാക്കുന്ന നിലയിലുള്ള പല പരാമർശങ്ങളും നീക്കങ്ങളും കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് പെട്ടുപോകരുത് നിങ്ങൾ. ഉദ്ഹിയ്യത്ത് വേറെ, ജീവകാരുണ്യ പ്രവർത്തനം വേറെ, രണ്ടും രണ്ടാ. ഉദ്ഹിയ്യത്തിന്റെ പൈസ എടുത്തു ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഇവിടെ പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ നോക്ക്, നമുക്ക് മാതൃക റസൂലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബികബ്ശൈനി അംലഹൈനി അഖറനൈനി ദബഹഹുമാ ബിയദിഹി ഫസമ്മാ വകബ്ബർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബലിപെരുന്നാൾ ദിവസത്തെ ഉദ്ഹിയ്യത്തിനെ കുറിച്ച് റസൂല് സ്വന്തം കൈകൾ കൊണ്ടാണ് തന്റെ 2 ആടുകളെ ബലിയറുത്ത് കൊടുത്തത് എന്നാണ് ഹദീസ്. എന്നിട്ട് റസൂലിന് അറിയില്ലേ ഈ ഉദ്ഹിയ്യത്തിനേക്കാൾ നല്ലത് പാവങ്ങൾക്ക് കാശ് കൊടുക്കലാണെന്ന് അങ്ങോട്ട് കൊടുത്താൽ പോരായിരുന്ന? ഒന്നും പറഞ്ഞാൽ ഓടൂല. കാലത്തിനനുസരിച്ച് ഇത് ഇങ്ങനെ കറക്കിക്കൊണ്ടുപോയി എല്ലാ നന്മകളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിച്ചു പോകുന്ന വലിയ ഫിത്നകൾ ഉടലെടുക്കുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പെന്ന് മാത്രം കുടുങ്ങി പോകരുത്. ഉദ്ഹിയ്യത്താണ്. ഒരു ബാപ്പ ഒരു മകന്റെ കഴുത്തിൽ കത്തിവെക്കാൻ ഒരുങ്ങിയതിന്റെ പ്രതീകമാണത്. നിസ്സാരവൽക്കരിക്കരുത് ആരും ഇതിനെ. ഖുർആൻ ചരിത്രം പറഞ്ഞു തരുന്നതല്ലേ. ആ കത്തി ഇങ്ങോട്ടെടുത്ത് മകന്റെ കഴുത്തിലേക്ക് വെക്കാൻ ഉറപ്പെടുമ്പോൾ അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ, നിന്റെ സ്വപ്നം നീ സാക്ഷാത്കരിച്ചിരിക്കുന്നു. പകരം ഈ ആടിനെ അർത്ഥം മതി എന്ന് മെസ്സേജ് കൊടുത്തു. അതാണിത്. അല്ല, ഇത് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി ഫണ്ട് ശേഖരിക്കലല്ല ഉദ്ഹിയ്യത്ത്. അതുകൊണ്ട് ആ ജാതി ചിന്തകൾ വരുന്നുണ്ട്, കരുതിയിരുന്നോ. എല്ലാ ഫിത്നകളും ഇങ്ങനെ വരും, നമ്മളിൽ നിന്ന് തന്നെ വരികയുള്ളൂ. സാധാരണ പറയുന്ന പോലെ സർവ്വ ഫിത്നകളും ഉണ്ടാകുന്നത് പണ്ഡിതന്മാരിൽ നിന്നാണ് എന്നാണ്. എന്നിട്ട് ആ ഫിത്നകൾ മുഴുവനും അങ്ങോട്ട് തന്നെ പോവുകയും ചെയ്യും, അവർ തന്നെ അത് ഉണ്ടാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ജാഗ്രത പാലിക്കാൻ, കരുതിയിരിക്കുക. ഉദ്ഹിയ്യത്താണ്. അതിനൊരുങ്ങിയവർ ചെയ്യേണ്ട ഷർത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. അതും അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. ആസന്നമാകുന്ന ദിവസങ്ങളിൽ നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിച്ച ഉദ്ഹിയ്യത്ത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ നിർവഹിക്കാൻ, അള്ളാഹുവിന് തൃപ്തികരമായ നിലയിൽ നിർവഹിച്ചതിന്റെ പൂർണ്ണ പ്രതിഫലം നേടിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ സന്ദർഭത്തിൽ ഞാനൊരു വ്യക്തിയെ അനുസ്മരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ഹാഷിം ഹാജി.
978 ഇവിടെ വന്ന് ചാർജ് ഏൽക്കുന്ന അന്നു മുതൽ അടുത്ത കുടുംബങ്ങളിൽപ്പെട്ട ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തിന്റെ മക്കൾ എന്റെ ശിഷ്യനും ശിഷ്യകളുമായി മാറിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള വലിയൊരു ബന്ധം, വല്ലാത്ത ഒരു സ്നേഹത്തിന്റെ ഉടമയായിരുന്നു അദ്ദേഹം. നമുക്കെല്ലാവർക്കും, നിങ്ങളെല്ലാം അത് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും. ആ നിലയിലുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ച് മരണപ്പെട്ടു. കോഴിക്കോട് തന്നെ കബറടക്കുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. എല്ലാ ഹസനാത്തുകളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാ സയ്യിആത്തുകളും അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹത്തെയും നമ്മളെയും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.